ഗുഡ് മോർണിംഗ്. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. മാസ്ക് ആദ്യം തന്നെ മാറ്റി നമ്മുടെ വേസ്റ്റ് ബിന്നിലിട്ടേക്കാം. ഇവിടെ മുതൽ തുടങ്ങാണ് ഡേ ഇൻ മൈ ലൈഫ്. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ എന്താണെങ്കിലും. സോ ഞാൻ യൂണിഫോമൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. ഞാൻ ഡ്രസ്സൊക്കെ മാറി, യൂണിഫോം മാറി, ഞാൻ പല്ലൊക്കെ തേക്കുന്നുണ്ടോ. മൈ ഫേസ് വാഷ് ഹിമാലയയുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫേസ് വാഷാണ്. ഇത് വെച്ച് നമ്മൾ നല്ലോണം മുഖം രാവിലെ സോപ്പിട്ട് പതപ്പിക്കുക. കണ്ണിലെ ഐലൈനർ കുറച്ച് വാട്ടർ പ്രൂഫ് പോലെ ആയതുകൊണ്ട് പോകാൻ കുറച്ച് പാടാം. എന്നാലും നമ്മളിങ്ങനെ നല്ലോണം ഇനി നമ്മൾ അടുത്തതായി സ്ക്രബ് ഇടാൻ പോവാണ്. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ചന്ദ്രികയുടെ സ്ക്രബാണ് കേട്ടോ. ഇതൊക്കെ വീക്ക്ലി വൺസ് ഇട്ടാൽ മതി. എപ്പോഴും ഇട്ട് മുഖത്തിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള ആ ഒരു ഇത് കളയരുത്. സ്കിൻ എപ്പോഴും ഒന്ന് നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും കേട്ടോ. മറ്റേ ചുളിവൊക്കെ വരണതില്ലേ, അതൊക്കെ കുറയും. നോസിൻ്റെ ഇവിടെയൊക്കെ നല്ലോണം ചെയ്യാം. ഇവിടെ അവിടെയൊക്കെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇരിക്കണ സ്ഥലങ്ങളാണല്ലോ. സ്ക്രബ് ഇട്ടിട്ട് ഇച്ചിരി ഇളം ചൂടുവെള്ളത്തിൽ മുഖം വാഷ് ചെയ്ത് കളയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഫേസ് ടവൽ എടുത്തിട്ട് മുഖം ഒന്ന് ഒപ്പാം. അങ്ങനെ ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അയ്യോ, ഞാനെന്തിനാ ഇങ്ങനെ കുനിഞ്ഞു ഇതാക്കണേ? അങ്ങനെ എന്നാ പോരാ. നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. ഇതാ നല്ലോണം ക്ലീൻ. സ്കിൻ കെയർ, ഇനി സ്കിൻ കെയർ ചെയ്യാം. ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി സ്കിൻ കെയർ ചെയ്യാം അല്ലേ. സ്കിൻ കെയർ ഞാൻ ജസ്റ്റ് ഒരു സൺസ്ക്രീനിൽ തന്നെ ഇതാ ഈ ഒരു സൺസ്ക്രീനാണ് ഇടണേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ട്രൂ ഡെർമയുടെ സൺസ്ക്രീൻ ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയാം കേട്ടോ. അടിപൊളി സൺസ്ക്രീനാണ്. ജസ്റ്റ് തുറക്കുക, ഒരു പമ്പ് എടുക്കുക, എന്നിട്ട് നമ്മൾ ഓൾ ഓവർ ദ ഫേസ് നല്ലോണം നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഈ സൺസ്ക്രീൻ ഇടണേന്ന്. വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇടണം. കാരണം നമുക്ക് ഈ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല രീതിയിൽ ടാൻ വീഴും. കുറേ പേര് ഫാമിലി പറയാൻ പറഞ്ഞു, പരിചയപ്പെടുത്താൻ പറഞ്ഞു, ഫാമിലി ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ കുറേ പേരെന്ന് പറയാനില്ല, കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചധികം ആളുകൾ പറയുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പം അധികം പേര് ചോദിച്ചിട്ടില്ല. എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ, അതാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നുമില്ലെങ്കിൽ ഒരു 50 എബോവ് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു. ഡീറ്റെയിൽസും ലൈഫ് സ്റ്റോറിയും എല്ലാം പറയാം. എല്ലാം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. കുഞ്ഞിതൊന്നുമല്ല, അത്യാവശ്യം
അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ചെയ്യണോ വേണോ വേണ്ടേ. കുറേ പേരിങ്ങനെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഞാൻ ആർക്കും റിപ്ലൈ ഒന്നും കൊടുത്തില്ല. പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിച്ചവർക്കൊന്നും. ഇൻസ്റ്റയിലാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ആയിട്ട് ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യാം. സോ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുമല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരോടായിട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതാണ് കേട്ടോ. അതുകൊണ്ടാണ് പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിച്ചവരോടൊന്നും റിപ്ലൈ തരാത്തത്. വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാതാണെങ്കിലും. അപ്പോൾ നമ്മുടെ സൺസ്ക്രീൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനിയിപ്പോൾ വേറെ ഒന്നും മുഖത്ത് ഇനിയിപ്പോൾ ഞാൻ വേറെ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റതിന് ശേഷമാണ് ഇനി ചിലപ്പോൾ ഒരു നൈറ്റ് ജെല്ലിടും. കാരണം അതെനിക്ക് രാത്രി ഇടാൻ ടൈം കിട്ടുന്നില്ലല്ലോ, ഡ്യൂട്ടിക്ക് പോവല്ലേ. അപ്പോൾ ഈ സൺസ്ക്രീനിൽ പരിപാടി തീർക്കും. ഇത് തന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷനാണ്. ഈ സൺസ്ക്രീൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ചേഞ്ച് വരും. 2-3 സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാവും. ഏറ്റവും നല്ല സൺസ്ക്രീൻ നോക്കി വാങ്ങിക്കുക. ഞാനിപ്പോൾ കാണിച്ചത് നല്ല സൺസ്ക്രീനാണ്. കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ, ഒരു 1000 റേഞ്ച് വരും. റീക്വലിൻ്റെ സൺസ്ക്രീൻ നല്ലതാണ്, പിന്നെ ന്യൂട്രിജനയുടെ നല്ലതാണ്. എനിക്ക് അതിലൊക്കെ ഇഷ്ടം ഇതാണ്. റീക്വലിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല, യൂസ് ചെയ്തവരൊക്കെ നല്ലതായിട്ട് പറഞ്ഞത്. ഇനി ഞാൻ എന്താ ഈ ഒരു പേരയ്ക്ക കഴിക്കാൻ വിചാരിച്ചു. രാവിലെ ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ വിചാരിച്ചു. കുറച്ച് പച്ചയാണ്, പക്ഷെ എനിക്ക് ഈ ഒരു പരിവാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ സുഖമായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. ചിലപ്പോൾ രാവിലെ ഒരു ഓട്സ് കുടിച്ചിട്ടായിരിക്കും ഉറങ്ങുക, അല്ലെങ്കിൽ എഴുന്നേറ്റിട്ടായിരിക്കും ഇവിടെ കുടിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം കഴിക്കാനായിട്ട്. ഇപ്പം എന്തായാലും തൽക്കാലം നമുക്ക് ഇത് കഴിച്ച് സുഖനിദ്രയിലേക്ക് ഇങ്ങനെ കുറച്ച് നേരം ഉറങ്ങാൻ പോകും. ഗുഡ് നൈറ്റ്. വേഗം അലക്കിത്തായോ, വേഗാവട്ടെ. എനിക്ക് സമയമില്ല. വേഗം അലക്ക് പണിയൊക്കെ വേഗം നടത്തിക്കോളൂ. പുറത്ത് നല്ല മഴയാട്ടോ. നോക്കട്ടെ. അപ്പുറത്തെ ഫ്ലാറ്റിൽ ഭയങ്കര വായി നോക്കിയുള്ള ശല്യമുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ശുദ്ധവായി കയറ്റിയില്ലെങ്കിൽ ഇതാ ഇപ്പുറത്ത് തന്നെ ഫ്ലാറ്റായതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഉണ്ടോ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇവിടേക്ക് അധികം നോട്ടം കിട്ടാതിരിക്കാൻ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ. ഇതുണ്ടോ ഓപ്പോസിറ്റ് ഫ്ലാറ്റാണ്. അപ്പോൾ മഴ പെയ്യുന്നുണ്ട് പുറത്ത് നല്ലോണം. ഇതാണ് എൻ്റെ നല്ല മഴയാണ്. അങ്ങനെ വലിയ വ്യൂ ഒന്നും പറയാനില്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പാടമുണ്ട്, അത്രേ ഉള്ളൂ വ്യൂ. വേറെ വ്യൂ ഒന്നുമില്ല. അതാണ് ഞാനങ്ങനെ ഇവിടെ വന്ന് നിൽക്കാറില്ല കേട്ടോ. ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 36 മിനിറ്റും കൂടി ഉണ്ട്. സ്റ്റാർട്ടഡ്. കുറച്ച് നമ്മുടെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടേക്കാണ് കണ്ടോ. അതൊക്കെ ഒന്ന് വേഗം അലക്കി സെറ്റ് ചെയ്ത് വരണം. അപ്പോൾ കുറച്ച് പണിയൊന്നും ഒതുങ്ങും. അയ്യോ എനിക്ക് വിശക്കണോ. ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ഇപ്പം ഉച്ചയ്ക്കായി, ഉച്ച സമയമായിട്ടാ. എനിക്ക് ചിക്കൻ ഫ്രൈ കഴിക്കണം. പിന്നെ എനിക്ക് എന്തെങ്കിലും ചിക്കൻ എനിക്ക് കഴിക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹം. കുറച്ചും കൂടി നേരം ഉറങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എഴുന്നേക്കാം. ഇനി ഉറങ്ങിയാൽ ടൈം പോകും. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ട്.
എന്തെങ്കിലും അല്ല, കട്ടിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ട്. ലൈക്ക് ചിക്കൻ ഫ്രൈ. സത്യമായിട്ടും എനിക്ക് ചിക്കൻ ഫ്രൈ കഴിക്കാൻ തോന്നുന്നു. നമുക്ക് കഴിക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം, അതായിരിക്കും നല്ലത്. സോ ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈയോ ഗ്രീൻ ചിക്കൻ ഫ്രൈ വരട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നതാണ്. ഞാൻ ട്രൈ ചെയ്തു കേട്ടോ ഓൾറെഡി. ഒന്ന് ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ്, ഷിൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. എല്ലാം വാം കളേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഡെയിലി വെയറിന് പറ്റിയ വാം കളേഴ്സില്ലേ, അങ്ങനത്തെ ഷെയ്ഡാണ്. പിഗ്മെൻറ്റേഷൻ കാണിച്ചു തരാം. ഇതാ നല്ല ബ്രൗൺസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഗ്ലിറ്ററി ഷെയ്ഡ്സ് ഉണ്ട്. ഇതേ കണ്ടോ, കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. പിഗ്മെൻറ്റേഷൻ കാണിച്ചു തരാം. ഇതാ നല്ല ഷെയ്ഡ്സാണ്, എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. നല്ലൊരു ഐ ഷാഡോ പാലറ്റാണ് ഇത്. 12 ഐ ഷാഡോ പ്രൊഫഷണൽ ഷെയ്ഡ്സ്. ഇതിന് എത്രയൊരു 300 സംതിങ് എന്തോ ആണ് ആയത്, 300ൻ്റെ ഉള്ളിലാണ് ആയത്. പിന്നെ ഞാനൊരു അടിപൊളി ഐലൈനർ വാങ്ങിച്ചിട്ടുണ്ട്, അതും ഷിൽസിൻ്റെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇതിൻ്റെ പാക്കേജിങ് കണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരു യൂണിക്കോൺ ഷെയ്ഡ്സ്, യൂണിക്കോണിൻ്റെ കളേഴ്സ് വെച്ചിട്ടുള്ള. പിന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് പറയുകയാണെങ്കിൽ അടിപൊളി എന്ന് തന്നെ പറയാം. നല്ലൊരു ഐലൈനറാണ്, നല്ല ഡീപ്പ് ബ്ലാക്ക് ആണ്. അതേപോലെ തന്നെ കുറച്ച് വാട്ടർ പ്രൂഫാണ്. നല്ല രീതിയിൽ കഴുകി കഴിഞ്ഞാൽ മാത്രമേ ഇത് പോകുള്ളൂ കേട്ടോ. പാക്കേജിങ് ഒരു രക്ഷയില്ല, നല്ല രസം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ളത് കണ്ടോ, ഇത് രസം നോക്ക്. ഷിൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, ഷിൽസ്. പിന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു. അതും ഈ ഐ ലൈനറിനും 200 and something ആണ്. ഗ്ലാമിയുടെ ഒരു ഡെയിലി വെയർ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഷെയ്ഡ് നമ്പർ 22 ആണ് കേട്ടോ. ഇത് ബ്രൗൺ ഷെയ്ഡാണ്. ഇതാണ് ഷെയ്ഡ്. ലിപ്സിലിട്ട് കാണിച്ചു തരാം. ഇതാ ഡെയിലി വെയറിന് പറ്റിയ നല്ലൊരു സൂപ്പർ കൂൾ ലിപ്സ്റ്റിക്സ് എന്ന് തന്നെ പറയാം, ലിപ്സ്റ്റിക് എന്ന് തന്നെ പറയാം. ഞാൻ ഡെയിലി വെയറിന് എടുത്ത സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം. വാം ഷെയ്ഡ്സ്, എനിക്ക് പെട്ടെന്ന് ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം വേണ്ടായിരുന്നു ഒരു ഐ ഷാഡോ ബ്രഷ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ 3 ഉള്ള നമ്മുടെ ഏതിൻ്റെ ഉണ്ട്, ഇത് നമ്മുടെ ഏത് സംഭവത്തിൻ്റെ ആയിരുന്നു, റിയൽ ടെക്നിക്സിൻ്റെ ബ്രഷ് സെറ്റാണ് കേട്ടോ 3 ആയിട്ടുള്ളത്. ഇത് നല്ല അടിപൊളി ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ് കണ്ടോ, നല്ല അടിപൊളി ബ്ലെൻഡിങ് ബ്രഷാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് 3 കൂടി ഒരു സെറ്റായിട്ടാണ് വന്നത്. എനിക്ക് ഈ ഒരു ബ്രഷിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ എടുത്താണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല, നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ബ്രഷ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു മൾട്ടി പർപ്പസ് ബ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രഷ് ഉണ്ട്. ഹൈലൈറ്റ് ചെയ്യാം, കോണ്ടോർ ചെയ്യാം, പിന്നെന്താ കോമ്പാക്ട് പൗഡർ ഇടാം, പൗഡർ ബ്രഷായിട്ട് യൂസ് ചെയ്യാം. പൗഡർ ബ്രഷായിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബ്ലഷ് ഇടാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വാങ്ങിച്ചത്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഡെയിലി വെയറിന് വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങൾ ഇതൊക്കെ. നല്ല സൂപ്പർ കൂളായിട്ടുള്ള കുറച്ച് എനിക്കൊരു ഷെയ്ഡ് വേണമായിരുന്നു ലിപ്സിലിടാൻ പറ്റി. പെട്ടെന്ന് പുറത്ത് പോകുമ്പോഴുണ്ടല്ലോ നമുക്ക് ഈ ഡാർക്ക് കളേഴ്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഇത് നല്ല സൂപ്പറാണ്. പിന്നെ അഫോർഡബിൾ റേഞ്ചിലുമാണ്, വലിയ കുഴപ്പമില്ലാത്ത റേഞ്ചുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. കുഞ്ഞു ഹോളാണ്. അപ്പം ഞാൻ എന്തായാലും ഇനി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ സ്വിഗ്ഗിയിൽ മല്ലു ധാബയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് വരാൻ വെയിറ്റിംഗ് ആണ്, ഇപ്പം തന്നെ വരും. എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് അത് കഴിക്കണം. അപ്പം അതാണ് അടുത്ത പരിപാടി. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുണി അലക്കാൻ മെഷീനിലിട്ടില്ലേ, അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതുകൊണ്ട് വിരിച്ചിടണം. എല്ലാം നമ്മുടെ എൻഗേജ്മെൻറ്റിനും ഒക്കെ എടുത്ത ഹെവി ഡ്രസ്സുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് അധികം നേരം ഇട്ട് ഉണക്കിയെടുക്കണം. അങ്ങനത്തെ ഐറ്റംസാണ്, ഹെവി ഡ്രസ്സുകളാണ്. മധുരവെപ്പിന് എടുത്ത വൈറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഫുഡ് വന്നിട്ട് കാണിക്കാം, കഴിക്കണത് കാണിക്കാം എന്നൊക്കെ. ഫുഡ് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് വന്നിട്ടുണ്ട്, ബിരിയാണി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ കഴിക്കാൻ പോവാം. അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ്.
തുണിയൊക്കെ ഞാൻ വിരിച്ചിട്ടു കേട്ടോ. എവിടെ വിരിച്ചിട്ടേന്ന് കാണണ്ടേ? ഇതാ ഇങ്ങനെയൊക്കെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്, മേളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതൊന്നും പുറത്തിടാൻ പറ്റത്തില്ല, പുറത്ത് എല്ലാം കൂടി തികയുന്നില്ല. അപ്പം ഞാൻ കുറച്ച് കുറച്ച് വെച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ടെറസിൻ്റെ മുകളിലാണെങ്കിൽ ഇടാം കേട്ടോ. അത് ഞാൻ ഇട്ടില്ല, വേറെ ഒന്നുമല്ല. അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ വീഴും. അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലേ ചിലപ്പോൾ താഴെ വീഴും. നമുക്ക് നെക്സ്റ്റ് എടുക്കേണ്ടത് ഒരു പാത്രം നമുക്ക് കഴിക്കാനായിട്ട്. എൻ്റെ ലിപ്സിൽ ലിപ്സ്റ്റിക്ക് കിടപ്പുണ്ട്, അത് കളയണം. കഴിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളെ ട്രൈ ചെയ്ത് കാണിച്ചപ്പോൾ ഇട്ടതാ. നമ്മുടെ പാത്രം കഴുകാം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം, ബിരിയാണിയൊക്കെ ഇതിലേക്ക് വെക്കാം. ഞാനിനി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് വരട്ടെ, ഫ്രഷായി എന്നിട്ട് വന്നിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ ബിരിയാണി കഴിക്കാം നമുക്ക്. നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇതിൻ്റെ ചിക്കൻ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എന്താ സാധാരണ നമ്മുടെ മഞ്ഞളി അതിനകത്തേക്കാളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റാണ്. അപ്പോൾ ഹൈദരാബാദിയൊക്കെ കഴിക്കണ പോലത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതാണ് എനിക്ക് ഇടയ്ക്ക് ഞാൻ ഈ ബിരിയാണി വാങ്ങിക്കഴിക്കും, എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം. ഇടയ്ക്കിടയ്ക്കില്ല, നമ്മളെപ്പോഴും നമ്മളെ തന്നെ നന്നായിട്ട് സ്നേഹിക്കണം. സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്നാലാണ് നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു തോന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ച് കഴിക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. ഇതൊക്കെ കൂടെ വേറൊരാളും കൂടി ഉണ്ടെങ്കിൽ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. ഇടയ്ക്ക് ഒറ്റയ്ക്കായാലും എനിക്ക് പണ്ടൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ. അയ്യോ ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക്, അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ട്. സിംഗിൾ ലൈഫ് പോകുന്നു എന്നൊക്കെയുള്ള തോന്നൽ വരാറുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് എനിക്കിപ്പോൾ വിഷമം തോന്നാറില്ല. ഒറ്റയ്ക്കാണെന്നുള്ള ഓർത്തിട്ടുള്ള വിഷമം തോന്നാറില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഉള്ളതിനേക്കാളും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കൂടെ ഒരാളും കൂടി, ഒരു പാർട്ട്ണറും കൂടി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. ഇപ്പം എന്തായാലും ഞാൻ ഓക്കെയാണ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് കുറച്ച് ക്ലൂ ഒക്കെ പറഞ്ഞു അല്ലേ എബൌട്ട് ഫാമിലി ചോദിച്ചതിൻ്റെ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ സമയത്ത് ഒരു സിനിമ കാണും. ഇത്രയും നേരം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല. അപ്പോൾ പുതിയ സിനിമ ഒന്നുമില്ല കേട്ടോ, പഴയ ജഗദീഷിൻ്റെ ഒക്കെ ആ ഒരു ടൈമിൽ പണ്ടത്തെ സിനിമ, മുകേഷിൻ്റെ ഒക്കെ അങ്ങനത്തെ സിനിമയൊക്കെ കാണും. ഈ ഫാമിലി ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള ഫിലിമില്ലേ, അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പിന്നെ കോമഡി പടങ്ങളൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിലിം കാണാൻ പോവാണ് ഞാനിപ്പോൾ, എനിക്കതൊക്കെ എൻ്റെ ഒരു ദിവസം എനിക്കതൊന്നും ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത പോലെ തോന്നും, എനിക്ക് വേണ്ടി ടൈം വെക്കാത്ത പോലെ തോന്നും. ഉറങ്ങി മാത്രം തീർത്ത് കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഉറങ്ങി മാത്രം ഈ ഡേ കളഞ്ഞല്ലോ എന്ന് തോന്നും. പണ്ട് നമ്മുടെ ലോക്ക്ഡൗണൊക്കെ ഈ ഒരു തിയേറ്ററൊക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ ഓഫിന് ഞാൻ 2 സിനിമ കാണുമായിരുന്നു. പോകുക, ടിക്കറ്റ് എടുക്കുക, വണ്ടി ഉണ്ടാവണതിന് മുന്നേ, ഇപ്പം ഞാൻ 2 വീലറിനാണ് പോകുന്നത്, അതിന് മുന്നേ ഓട്ടോ വിളിക്കും. എന്നിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടാവും തലേ ദിവസമേ. അതിൻ്റെ ഒരു എന്താ പറയുക, ഞാനതിങ്ങനെ ആ ഒരു ഓഫ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണമായിരിക്കും, ഓരോ ഓഫും സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. വേറെ ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് കറങ്ങലോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ ലൈഫിലെ കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളാണ് ഈ ഫിലിമിന് പോവുക, പിന്നെ ഇടയ്ക്ക് എൻ്റെ ഒരു വീട്ടിൽ പോകണ ഒരു പോക്ക്, പിന്നെ ഐഷുമായിട്ടുള്ള കൂടൽ. ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലെ സന്തോഷം എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണമായിരിക്കും. ഇപ്പം ഞാൻ ഈ 10 ദിവസം ലീവ് എടുത്ത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞാൻ ഹാപ്പി ആയിരുന്നു ആ 10 ദിവസം. അതേപോലെ ഒരു ഹാപ്പിനെസ്സാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കാണാനുള്ളൂ, ഫുൾ എൻജോയ്മെൻറ്റിൽ. അപ്പം തിയേറ്റർ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എല്ലാവരും ചോദിച്ചു ഇത്രയും മുടി ഉണ്ടായിരുന്നില്ലേ, വെട്ടിക്കളഞ്ഞ് എന്തിനാണ് ഇത്രയും മുടി വെട്ടിക്കളഞ്ഞ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സ്വന്തം ഹാപ്പിനെസ്സാണ്.
എൻ്റെ ലൈഫിലെ ഹാപ്പിനെസ്സാണ്. മുടി വെട്ടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മളതൊക്കെ എന്തിനു വെറുതെ കുറേ നാൾ ഒരു ലുക്ക് ചേഞ്ച് വേണം എന്ന് തോന്നി. കുറേ നാൾ ലോങ് ഹെയർ ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ച് മുടിയല്ല, ഇതൊക്കെ വളരുന്ന സാധനങ്ങളാണ്, അതൊന്നും ഇപ്പോൾ വളർന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലൈഫിൽ അതിലും വലിയ കാര്യങ്ങളൊക്കെ വേറെ ഇഷ്ടമാതിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കത്തി വെച്ച് ഞാൻ ഇതാക്കണില്ല. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഓരോരുത്തരുടെ മെസ്സേജുകളുടെ റിപ്ലൈ ആണ് കേട്ടോ പറഞ്ഞു. ഇൻസ്റ്റയിലൊക്കെ ഓരോരോ മെസ്സേജുകളൊക്കെ വരാറുണ്ട്, മുടി ഇത്രയും മുറിച്ച് കളഞ്ഞത്, അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. കുറേ പേര് നല്ല അഭിപ്രായം കേട്ടോ. എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഇനി എനിക്കൊരു സിനിമ കാണണം. സോ അതാണ് എൻ്റെ നെക്സ്റ്റ് പരിപാടി. അപ്പോൾ സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അനങ്ങിയിട്ടില്ല, വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, ബൈ. ഡ്യൂട്ടിക്ക് പോവാൻ റെഡി ആവാം കേട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് സിനിമയൊക്കെ കണ്ട് ഉറങ്ങിപ്പോയി. അത് കാരണം എനിക്ക് ബാക്കി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ റെഡി ആവുകയാണേ. മോയ്സ്ചറൈസർ ഇട്ടു. ഇനി എൻ്റെ ഫൗണ്ടേഷൻ മിലാനിയുടെ അതും കൂടി ഇപ്പം ഇടാൻ പോവാണ്. സമയം മതിയില്ല, നമുക്ക് സമയം കൈകൊണ്ടൊരു വലിയാണ്. സോ ഞാൻ കുറച്ച് പൗഡർ ഒക്കെ സെറ്റ് ചെയ്യണം. സമയം പോയടാ മോനെ. ഇതൊക്കെ ചെയ്തൊരു സിനിമയിൽ പൗഡർ ഇങ്ങനെ തുടങ്ങാൻ ആ സംഭവമാണ്. ഓക്കെ, ഫേസ് ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓക്കെ ഷർട്ടുണ്ട് ഐലൈനർ ഇടാൻ പോകുന്നത്. സോ എൻ്റെ പുതിയ മിന്നൽ ഐലൈനർ യെസ് യെസ്. ഇനി നമുക്ക് മുടി വെട്ടണം. മുടി ലിപ്സ്റ്റിക് ഇടാൻ കേട്ടോ. ഓക്കെ സെറ്റ്. ഈ അടുത്ത വൺ ബ്ലഷ് ഇടാൻ കേട്ടോ. Lascia tu ini highlighter. Oke. Sedikit. Oke. Kumpulin. കുറച്ച് മസ്കാര ഇടണ്ടേ? ഐ ഷാഡോ ഇടട്ടെ, മസ്കാര ഇടട്ടെ. ഓക്കെ സെറ്റ്. ഇതാണല്ലേ? ഓക്കെ അല്ലേ? മാസ്ക് ഇട്ടിട്ട് എല്ലാം കിട്ടി. അപ്പോൾ അതിൻ്റെ റെഡിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പോകാൻ പോവാണ്.